ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉപ്പ്, മഞ്ഞൾ, മുളകൊക്കെ കൂടെ മിക്സ് ചെയ്തൊരു കായ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു മസാല ചെയ്തെടുത്താണ്. ജസ്റ്റ് നമ്മൾ സാധാരണ ഫിഷിനൊക്കെ ചെയ്തെടുക്കുന്ന പോലെ. എന്നിട്ട് അതൊക്കെ മീനിലേക്ക് തേച്ച് കൊടുക്കുകയാണ്. പാവലയാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണി തന്നെയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ഒന്ന് മസാല തേച്ച് വെക്കുകയാണ്. ഓൾറെഡി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. പിന്നെ ഇത് സെറ്റാക്കിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് വെക്കുക. അതിന് നേരത്തെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നല്ലപോലെ മീനിൽ ഉപ്പ് ഇതൊക്കെ പിടിക്കും. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടി നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണിക്ക് എപ്പോഴും നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. ഞാൻ ഇതിനു മുമ്പ് ബിരിയാണിയുടെ മാത്രം റെസിപ്പീസുള്ള ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ആവോലി വെച്ചിട്ടുള്ള ബിരിയാണിയാണ്. അങ്ങനെ വളരെ നേരിയതായിട്ട് സ്ലൈസ് ചെയ്തെടുത്താൽ നല്ല ഒരു എന്താ പറയുക, മസാല ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഇതായിരിക്കും. പെട്ടെന്ന് തന്നെ ആയും കിട്ടും. അങ്ങനെ സവാളയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് അധികവും പറ്റുന്നൊരു സംഭവമാണ്. എന്താ പറയുക, ഞാൻ കുറേ നാളായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റാറുണ്ട്. അധികവും വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സക്സസ് ആവും. ആരെങ്കിലും വരികയാണെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഓക്കെ നല്ല ഇതിൽ തന്നെയാണ് ഉണ്ടാക്കാനൊക്കെ ഇറങ്ങുക. പക്ഷേ എന്താ പറയുക, ചില ടൈമിലുണ്ട് കൊളായിപ്പോക്ക്. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കധികം സംഭവിക്കുന്നതാണ്. ആരെങ്കിലും വരുമ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പോലെ ഫ്ലോപ്പ് ആവാറുണ്ട്. അതെന്താണെന്നറിയില്ല, ടെൻഷൻ. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഗസ്റ്റ് വരിക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു ടെൻഷനുള്ള ആളാണ് എനിക്ക്. അതുകൊണ്ടാവാം. അപ്പം എപ്പോഴും അല്ല, എന്നാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ സവാള കട്ട് ചെയ്തെടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ പണികളൊക്കെ പെട്ടെന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അത്ര പണിയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കഴിയും. അങ്ങനെ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി വലിയൊരു പാൻ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഓയിലാണ്. ചിലവരൊക്കെ എനിക്കൊന്ന് വെളിച്ചെണ്ണയിലും ചെയ്തെടുക്കാറുണ്ട്. ഫിഷ് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. പക്ഷേ വെളിച്ചെണ്ണയും ഓയിലും നെയ്യും ഒക്കെ കൂടെ മിക്സ് ചെയ്തെടുക്കേണ്ട എന്നുള്ള രീതിക്കാണ് ഞാൻ ഓയിലും നെയ്യുമാണ് യൂസ് ചെയ്യാറുള്ളത് ബിരിയാണിക്ക്. സാധാരണ രീതിയിൽ ബാക്കി നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. ഞാൻ ആകെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ കാലമായിട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കാനാണ്. പിന്നെ നമ്മൾ കല്ലിൽ പത്തിരിയൊക്കെ ചുടുമ്പോൾ, പത്തിരി എന്ന് പറഞ്ഞാൽ നൈസ് പത്തിരി ഇല്ല കേട്ടോ, നമ്മുടെ കണ്ണൂർ പത്തിരിയൊക്കെ ചുടുമ്പോൾ കല്ലിലേക്ക് അത് തന്നെയാണ് യൂസ് ചെയ്യാറ്. അരിദോശ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചുടുമ്പോൾ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യാറ്. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വെളിച്ചെണ്ണയാണ്, കറികൾക്കായാലും ഒക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫിഷ് അവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും വേണ്ട. ലോ ഫ്ലെയിമിലിട്ടിട്ട് അതവിടെ റെഡിയാവുന്ന സമയം കൊണ്ട് ഇഞ്ചി, വെളുത്തുള്ളി നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ബിരിയാണിക്ക് മെയിനായിട്ട് വേണ്ട സംഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്. അപ്പോൾ ഇതിന് ഒരുപാട് പച്ചമുളക് വേണമെന്നില്ല, കാരണം നമ്മളിത് മുളക് പൊടിയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ചെറിയ ഇത് വരും എരിവ്. പിന്നെ ഈ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ വേസ്റ്റ് ഇപ്പോൾ എടുത്ത് വെക്കാറാണ്. എന്നിട്ട് അതൊക്കെ ഇവിടെ കറിവേപ്പില, മാവ് അതിനൊക്കെ ഇട്ട് കൊടുക്കാറാണ് കേട്ടോ ഇപ്പോൾ പതിവ്. അങ്ങനെ അതിട്ട് കൊടുത്തിട്ട് നല്ലൊരു വ്യത്യാസമുണ്ട് കറിവേപ്പിലക്കൊക്കെ. എന്താ പറയുക, ഇത് ഇങ്ങനെയുള്ള വേസ്റ്റുകൾ എടുത്തിട്ട് അതിൻ്റെ ഫുള്ളും ചുറ്റിട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ കഞ്ഞിവെള്ളം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ ഒഴിക്കാറുണ്ടായിരുന്നത് അന്നത്തെ ദിവസം അന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എടുത്ത് അത് ഒഴിച്ചു കൊടുക്കാറാണ്. പക്ഷെ ആ സമയത്തൊന്നും വലിയ വ്യത്യാസം കണ്ടിട്ടില്ല. ഇപ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. കാരണം ഈ ഒരു വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ദിവസം ഒരു ഫുൾ ഡേ വെച്ച് 24 hours വെച്ചിട്ട്, ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയതാണെങ്കിൽ കഞ്ഞിവെള്ളം പിറ്റേ ദിവസം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ആ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നല്ല വ്യത്യാസം കാണുന്നുണ്ട്. കറിവേപ്പിലക്കാണ് കേട്ടോ മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഇപ്പോൾ മാവിനും അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് തക്കാളി വേണം. അത് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം, അത്ര വലിയ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഫിഷ് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് അതൊക്കെ അവിടെ സെറ്റാക്കി വെക്കാവുന്നതേ ഉള്ളൂ.
പിന്നെ ഇഞ്ചി ഒരുപാട് വലിയ കഷ്ണമൊന്നും എടുക്കില്ല. മീനിന് ഒരു അത്യാവശ്യം ചെറിയൊരു വലിപ്പത്തിലുള്ള എടുത്താൽ മതി. നമ്മൾ ചിക്കനും ബീഫിനൊക്കെ ആകുമ്പോൾ നല്ലപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടും. ഇവിടെ ഞാൻ വെളുത്തുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഒരു ചെറിയ പീസും എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 2 എടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഫിഷിൽ നിന്ന് മുളക് പൊടി ഇട്ടതുകൊണ്ട് തന്നെ ആ ഒരു എരിവും കിട്ടും ചെറുതായിട്ട്. പിന്നെ നല്ല എരിവ് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇവിടെ ഫിഷൊക്കെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പുറത്തെ സൈഡും ഇതേപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് എന്താ പറയുക, ഒന്ന് പാനിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. പിന്നെ നമ്മളിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് പേസ്റ്റാക്കി എടുക്കാൻ പോവുകയാണ്. വെളുത്തുള്ളി ഇപ്പോൾ എത്രയാണ് എടുത്തിട്ടുള്ളത്, ഇഞ്ചി ഈ ഒരു വലിപ്പത്തിലുള്ള പീസും, പിന്നെ പച്ചമുളക് 2 ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് നല്ലപോലെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ മാറ്റി വെക്കാം. മസാല ഉണ്ടാക്കുന്ന സമയത്തിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ഫിഷും ബാക്കിയുള്ളതും ഒക്കെ അതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, മുറിഞ്ഞു പോകാതെ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിത് മസാലയിൽ വെച്ച് കൊടുക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് മുറിയാതെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ആൾക്കാർ മസാലയൊക്കെ ചെയ്തെടുത്ത് മുകളിൽ റൈസിൻ്റെ മുകളിൽ ദം ചെയ്തതിന് ശേഷം മീൻ വെച്ച് കൊടുക്കുന്നതൊക്കെ കാണാം. പക്ഷെ ഞാനങ്ങനെ ചെയ്യാറില്ല. നല്ലൊരു ഫ്ലേവർ മസാലയിലേക്ക് കിട്ടണമെങ്കിൽ ഇത് മസാലയിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. എനിക്ക് കുഴപ്പമില്ലാതെ കിട്ടാറുണ്ട്, അങ്ങനെ മുറിഞ്ഞു മാറൊന്നുമില്ല. അധികം ആൾക്കാരും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഫിഷ് ഇതായി പോകുന്നുള്ളതിൽ ഏറ്റവും മുകളിൽ വെച്ച് കൊടുക്കുന്നതൊക്കെ. അങ്ങനെ ഫിഷ് ഫ്രൈയിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ബാക്കി ഓയിൽ ഉണ്ടാവുമല്ലോ, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടും ഫിഷിൻ്റെ ഒക്കെ. അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ. ആ ഒരു ഇത് പാനിലായതുകൊണ്ട് ഒരുപാട് ഓയിലൊന്നുമില്ല, മുക്കി പൊരിച്ചതൊന്നുമല്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഓയിലും കൂടി കുറച്ച് ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതാണ് ഇനി ചെയ്യേണ്ടത്. പിന്നെ ഇതിലേക്ക് ഉപ്പ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. മീനിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് അനുസരിച്ച് വേണം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ. ഒരുപാട് അങ്ങിട്ടിട്ട് കൂടിപ്പോയത്, കാരണം നമ്മൾ ഇതിലേക്ക് തന്നെയാണ് മീനും ലാസ്റ്റ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത്തിരി ഫ്ലേവർ അതിൽ നിന്ന് ഇറങ്ങും. എല്ലാം കൂടെ ഉപ്പ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതവിടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ തക്കാളി കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു തക്കാളി 2 മതിയാവും. വലിയതൊക്കെ ആണെങ്കിൽ 1.5 അങ്ങനെയൊക്കെ നമ്മൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചാണ്. ഞാനിതിപ്പോൾ പ്രത്യേക ഒരു അളവ് ഒന്നും കറക്റ്റായിട്ട് പറയുന്നില്ല. ഒരു ഏകദേശം ഇതിലുണ്ടാക്കിയതാണ്. നമുക്ക് 2 ടൈമിലേക്ക്, അതായത് രാത്രിയിലേക്കും കഴിക്കാനുണ്ടായിരുന്നു. പിന്നെ ഉമ്മയെപ്പോഴും ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അവർക്ക് കൂടി ഉള്ളത്, അപ്പോൾ ഒരു 4-5 പേർക്കുള്ളത് അങ്ങനെ കഴിക്കാനാണ് കറിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ രാത്രിക്ക് വെക്കും, ആ ഒരു 5-6 ആൾക്ക് കഴിക്കാമെന്നുള്ളത് ആ ഒരു അളവിലാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ കുറച്ച് സവാള അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ സവാള ഇടുമല്ലോ, അതേപോലെ നെയ്ച്ചോറ് വെച്ചിട്ടാണ് ബിരിയാണി ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അതിനുള്ള കുറച്ച് സവാള വേണം. അപ്പോൾ അതൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് മിക്സിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ ചട്നി പൊടിച്ചെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെയാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളത്. കുറച്ച് അധികം എടുത്ത് വെക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് അവിടെ ബാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് തന്നെ ഇതും ചെയ്യാം. അപ്പോൾ അതാ അണ്ടിപ്പരിപ്പ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ടിന്നിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സവാളയൊക്കെ ഇതേപോലെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തതാണ്. തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് മസാലയായിട്ട് ആഡ് ചെയ്യുന്നത് ഗരം മസാലയാണ്. വേറെ ഒരു പൊടികളും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ചിലവരുടെയൊക്കെ വീഡിയോസിൽ കാണാം മഞ്ഞൾ, മുളക്, മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ഇടുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ഒരു പൊടികളും ഇടില്ല കേട്ടോ ബിരിയാണി മസാലയിൽ. കാര്യമായിട്ട് ഗരം മസാല തന്നെയാണ്. പിന്നെ ചിക്കൻ വേവിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചിലരൊക്കെ ഇടും. അതും എല്ലാവരും ഒന്നും ചെയ്യാറൊന്നുമില്ല. ഗരം മസാലയാണ് കാര്യമായിട്ട് ആഡ് ചെയ്യുക. പിന്നെ ഈ ഫിഷിൽ നിന്ന് നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. ഫിഷിൻ്റെ ആ ഒരു കളറ് വരുമ്പോൾ നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഇതും വരും. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല.
എന്നിട്ട് മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മസാല എടുത്ത് വെച്ചതിന് ശേഷം ഫിഷൊക്കെ വെച്ച് കൊടുത്തു നേരത്തെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ച ഉള്ളി തക്കാളി മിക്സ് അത് മുകളിൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് മല്ലിയിലയും പുതിനയിലയും മിക്സ് ചെയ്തിട്ടുള്ള അത് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായി, നമ്മുടെ മസാല റെഡിയായി. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് റൈസ് വെക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലും നെയ്യും മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നെയ്യാണ് ഞാൻ കൂടുതൽ ആഡ് ചെയ്യുന്നത്. നെയ്ച്ചോറിനായാലും അങ്ങനെ തന്നെയാണ്, നെയ്യ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതിലേക്ക് സവാള ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് ദം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മുകളിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉള്ളത് അതും അതിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ഇപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ, മുന്തിരി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ദം ചെയ്യുന്ന സമയത്ത് എടുത്താൽ മതി. ഇതിൽ തന്നെ പട്ട ഗ്രാമ്പു ഏലക്കായൊക്കെ ഇട്ട് പിന്നെ സവാള ഒരു ചെറിയ പീസ് ഹാഫൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അതിലേക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക. തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കുക. പിന്നെ വെള്ളത്തിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട, റൈസിന് കണക്കായിട്ടുള്ളത്. പിന്നെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഇത് കൈമ റൈസല്ല, ജോക്കറിൻ്റെ ബിരിയാണി റൈസാണ്, കുറച്ച് നീളമുള്ളത്. അപ്പോൾ ഇതിന് ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ 2 കപ്പിന് 4 കപ്പ് വെള്ളമാണ് നമ്മൾ സാധാരണ എടുക്കുക. അതിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം കുറച്ചിട്ടാണ് എടുക്കുന്നത്. ബിരിയാണിക്ക് വെക്കുമ്പോൾ ആഡ് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് കുറവ് എടുത്തിട്ട് വെക്കുക. എന്നിട്ട് അത് ഒരു 2 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിം അല്ല കുറച്ചൊന്ന് കുറച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ബാക്കി കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെയാണ് ചെയ്തെടുക്കാറ്. കൈമ റൈസ് വെച്ചിട്ട് തന്നെയാണ് ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ എനിക്കൊന്ന് കോഴിക്കോടൊക്കെ ഇങ്ങനെ ഈ ഒരു ജോക്കർ റൈസ് വെച്ചിട്ട് ബിരിയാണിക്ക് അധികം യൂസ് ചെയ്യുക. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഈ ഒരു റൈസാണ്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി നന്നായി വരാറ് ഇതാണ്. എനിക്ക് കൈമ വെച്ചിട്ട് അത്ര അങ്ങോട്ട് സെറ്റാവായിട്ടാണ്. നമ്മുടെ അവിടെയൊക്കെ അത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറിന് കൈമ റൈസ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് എപ്പോഴും ഇത് ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് നമ്മളിത് വാങ്ങും, അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കും. അല്ലെങ്കിൽ മറ്റേ കൈമ റൈസ് വെച്ചിട്ട് തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതാ ചോറൊക്കെ ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഒന്നും കൂടി വെള്ളം വറ്റാണ്ട് അപ്പോൾ അതവിടെ കുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ തൈരിലേക്ക് ഞാൻ പറഞ്ഞാൽ കുറച്ച് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും എരിവിന് ആവശ്യമായിട്ടുള്ളത്, പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും അവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണം നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ബിരിയാണിക്ക് തൈര് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, ഉണ്ടായപ്പോൾ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇതിന് പകരം ഉള്ളിയും തക്കാളിയും ജസ്റ്റ് പച്ചമുളകും കൈ വെച്ച് നന്നായിട്ട് ഞെരടി എടുത്തിട്ട് നല്ല പോലെ കൈ വെച്ചിട്ട് ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്തെടുത്തിട്ട് അങ്ങനെയും കഴിക്കും സലാഡാക്കിയിട്ട്. അങ്ങനെയാണ് കുറേ ആൾക്കാർക്കൊക്കെ ഇഷ്ടം. അപ്പോൾ ഇതാ ഉപ്പയും ഉമ്മയും വന്നിട്ടുണ്ട് ആ ടൈം ആകുമ്പോഴേക്കും. അപ്പോൾ അവർ എന്തൊക്കെ എൻ്റെ ആങ്ങളുടെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് ഫ്രൂട്ട്സും എന്തൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നപ്പോൾ അങ്ങനെ ബേക്കറി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ 2 പേരും അവിടെ ഉള്ളൂ. അപ്പോൾ അത് കഴിക്കാനൊന്നും അവരാരും ഇല്ലല്ലോ. അങ്ങനെ മോന് കഴിച്ചോട്ടെ എന്നിട്ട് അതൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ പെട്ടെന്നുള്ളൊരു വരവായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ റൈസും ഒക്കെ റെഡി ആയിട്ടുമുണ്ട്. അങ്ങനെ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ദമ്മിടുകയാണ്. നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളിയും പിന്നെ അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് മല്ലിയില പിന്നെ മുന്തിരി ഉണ്ടെങ്കിൽ അത് മുന്തിരി ഇന്നിപ്പോൾ എടുത്തിട്ടില്ല, ഇല്ലാത്തതുകൊണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാല കുറച്ച് ലെയറിൽ ഇങ്ങനെ ഇത്തിരി പൊടി, ഒരു നുള്ളു പൊടി എടുത്ത് ഇങ്ങനെ ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ, ചിലർക്ക് മഞ്ഞ കളർ ഇഷ്ടം ഉണ്ടാവില്ല, ജസ്റ്റ് ഇങ്ങനെ ഇടയിലൊരു മഞ്ഞ കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മഞ്ഞ കുറച്ച് വെള്ളത്തിൽ ഇതാക്കിയിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് ദം ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഇതേപോലെ ലെയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 5-10 മിനിറ്റ് 10-15 മിനിറ്റ് വേണ്ടി വരും. ഇതൊരു 10 മിനിറ്റൊക്കെ മതിയാവും നമുക്ക് ആവി വരാൻ വേണ്ടിയിട്ട്. അത്രയും ടൈം വെക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഫുഡൊക്കെ കൊണ്ടുവെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഫിഷ് ബിരിയാണിയും ചട്നിയും പിന്നെ അതിൻ്റെ കൂടെ തൈര് സലാഡുമാണ്. എന്നിട്ട് ഞാൻ ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇതാ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് ബിരിയാണി. അടിപൊളിയായിട്ട് തന്നെ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, ഇടയ്ക്കൊക്കെ എനിക്ക് കൊളായി പോകാറുണ്ട്. പക്ഷെ ഇന്ന് അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.